നമ്മുടെ ക്ഷേമ പെൻഷനുകൾ 1980 45 രൂപ തുടങ്ങിയ ക്ഷേമ പെൻഷൻ ഇന്ന് കേരളത്തിൽ എത്രയാ? ഇന്ന് 2000 രൂപ. UDFിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച എത്രയാ? വട്ടപൂജ്യം. നിങ്ങൾ കുടിശ്ശിയാക്കി എത്ര? ആന്റണിയുടെ കാലത്ത് 500 രൂപ. അത് കൊടുക്കാതെ ആന്റണി 28 മാസം കുടിശ്ശിയാക്കി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 500 രൂപ കുടിശ്ശിയാക്കിയത് 18 മാസം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു 2016. ആ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുക മാത്രമല്ല, ആ ക്ഷേമ പെൻഷന്റെ വിഹിതം വർദ്ധിപ്പിച്ചു. അതിരട്ടിയാക്കി 1600 ആക്കി. എല്ലാ മാസവും കൊടുത്തു തീർക്കുന്ന നടപടി സ്വീകരിച്ചു. രാജ്യത്ത് ഏതെങ്കിലും പ്രദേശത്ത് ഇതേപോലെ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ കാലത്ത് 29 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കൊടുത്തതെങ്കിൽ LDF കഴിഞ്ഞ 10 വർഷം ആ പെൻഷൻ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം 62 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. നിങ്ങൾ 9,000 കോടിയാണ് 5 വർഷം കൊണ്ട് കൊടുത്തതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷം കൊണ്ട് പെൻഷൻ കൊടുത്തത് 82,500 കോടിയാണ്. UDF പറയുന്നത് LDFിന്റെ ഖജാനയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ആ പെറ്റ് കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് ഈ പൈസ എടുത്തു കൊടുക്കുന്നത്. 82,500 കോടി VD സതീശൻ. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും ഇവിടെ 11 പഞ്ചായത്തുകളിലും ഓരോ പഞ്ചായത്തിലും കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും അവിടെ ഈ പെൻഷൻ കൊടുക്കുന്ന പാവപ്പെട്ടവരുടെ കയ്യിലെത്തുന്നു. ഓരോ മാസവും 2000 രൂപ. 2 പെൻഷൻകാരുണ്ടെങ്കിൽ 4000 രൂപ സാധാരണ ഒരു കുടുംബത്തിന് ജീവിക്കാം. അതിനെ തകർക്കുന്നതിന് വേണ്ടി നിങ്ങൾ കോൺഗ്രസ് BJPയുമായി ചേർന്ന് സമരം നടത്തിയില്ലേ? മറിയാമ്മ ചേട്ടത്തിമാരെ ചട്ടിയുമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് തെരുവിലിറക്കിയില്ലേ? എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പെൻഷൻ ഫണ്ട് സംവിധാനത്തെ തകർക്കാൻ, അത് കേരളത്തിന്റെ കടബാധ്യതയാക്കി മാറ്റാൻ UDF BJPയുമായി ഗൂഢാലോചന നടത്തിയില്ലേ? കേരളത്തിന് കിട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് UDFിന്റെ പാർലമെന്റ് മെമ്പർമാർ ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ മുൻ പാർലമെന്റ് മെമ്പർ തോമസ് ചാഴികാടൻ, അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇന്ന് പാർലമെന്റിൽ 19 UDF MPമാരില്ലേ? കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ലഭിക്കേണ്ടുന്ന 2.5 ലക്ഷം കോടിയുടെ കുറവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയത്. നിങ്ങൾ ഏതെങ്കിലും കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പർമാരുടെ പ്രതിഷേധം കണ്ടോ? ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ഈ 3.5 കോടി മലയാളികളുടെ അവകാശമാണിതെന്ന് പറയാനുള്ള കരുത്തുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടോ? ഇവരാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര ബജറ്റ് ഇപ്പൊ വന്നു. കേരളം 39 ആവശ്യങ്ങൾ പറഞ്ഞു. 39. ഏതെങ്കിലും ഒരെണ്ണം പരിഗണിച്ചോ? ഏതെങ്കിലും ഒരെണ്ണം? ആരോഗ്യ മേഖലയിൽ 1ാം സ്ഥാനത്തുള്ള കേരളത്തിന് എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് എയിംസ് നിഷേധിക്കുന്നതെന്ന് ചോദിക്കാൻ ഈ 19 കോൺഗ്രസ് MPമാരിൽ ആരെങ്കിലും ഉണ്ടായോ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തില്ലേ? നമുക്ക് അവകാശപ്പെട്ടതല്ലേ? ചില സംസ്ഥാനങ്ങൾക്ക് 1-ലധികം എയിംസ് കൊടുത്തില്ലേ? നമ്മൾ 4 സ്ഥലം കാണിച്ചു. അന്തിമമായി കോഴിക്കോട് കിനാലൂരിൽ സ്ഥലമെടുത്തു കൊടുത്തു. നമുക്ക് നിഷേധിച്ചു. റെയിൽവേ പദ്ധതി, ശബരി അങ്കമാലി പദ്ധതി, നാളിതുവരെ അതിന് പണം അനുവദിച്ചോ? നിങ്ങൾ പറഞ്ഞു റെയിൽവേ പദ്ധതിക്ക് 50% പണം കേരളം തരണം. രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അതിലൂടെ കടന്നു പോകുന്ന റെയിൽവേ ലൈന് പണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ആരോടെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ചോദിച്ചിട്ടുണ്ടോ? കേരളം പകുതി പണം കൊടുക്കണം. അത് നാഷണൽ ഹൈവേ ആയാലും ഇന്ത്യൻ റെയിൽവേ ആയാലും കേരളം പണം കൊടുക്കണം. ഇതുവഴി വേണമെങ്കിൽ അതും സംബന്ധിച്ചില്ലേ? 50% പണം 1750 കോടി രൂപ
കേരളം കൊടുക്കാമെന്ന് സമ്മതിച്ചില്ലേ? എന്നിട്ടും പദ്ധതി പ്രഖ്യാപിച്ചോ? കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് പാലക്കാട് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ലേ? അത് യാഥാർത്ഥ്യമാക്കിയോ നാളിതുവരെ? ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. അതിവേഗ റെയിൽവേ, നിരവധി പദ്ധതികൾ കേരളം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വെച്ചു. കേരളത്തിലുള്ള പാർലമെന്റ് മെമ്പർമാരുടെ യോഗം വിളിച്ചു കൂട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരോട് പറഞ്ഞു, കേരളത്തിന് വേണ്ടി നിങ്ങൾ കേന്ദ്ര സർക്കാരിനോട് വാദിക്കണം. ബഡ്ജറ്റ് വന്നപ്പോ നമുക്ക് കിട്ടിയതോ, സാധാരണ സ്കൂളിലൊക്കെ പോകുമ്പോൾ പറയും ആനമുട്ട കിട്ടി, പക്ഷെ ഇപ്പൊ ആമമുട്ടയാണ്.